ബിഗിനേഴ്സിനുള്ളൊരു വലിയ ഡൗട്ടാണ്, എസ്പെഷ്യലി ലീൻ ആയിട്ടുള്ളവർക്ക്. വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് മാസ് ഗെയിനർ വേണോ വേ പ്രോട്ടീൻ വേണോ? നമ്മുടെ കൊമേഴ്ഷ്യൽ മാർക്കറ്റിൽ ഒരുപാട് മാസ് ഗെയിനേഴ്സും വേ പ്രോട്ടീൻസും ഉണ്ട്. പലർക്കും പല കൺഫ്യൂഷനാണ്. നമുക്കതിലെ ഫാക്റ്റ് നോക്കാം. നമുക്ക് മാസ് ഗെയിനർ കാര്യം നോക്കാം. അതിൽ പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ഷുഗർ ഉണ്ട്. മാത്രമല്ല ഹൈ കാലറീസ് ആയിരിക്കും. വേ പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ അതിൽ 90% പ്രോട്ടീൻ ആയിരിക്കും. ബാക്കി 10% ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ വെയിറ്റ് ഗെയിനിങ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് മാസ് ഗെയിനർ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് അതിലെ കാർബോഹൈഡ്രേറ്റിനും ഷുഗറിനും ആയിരിക്കും. പ്രോട്ടീൻ കണ്ടന്റ് വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറയാം, വേ പ്രോട്ടീൻ. വേ പ്രോട്ടീൻ മേടിക്കുക, എന്നിട്ട് അത് മാസ് ഗെയിനായിട്ട് കൺവേർട്ട് ചെയ്യുക. എങ്ങനെയെന്നല്ലേ, നമുക്ക് ഓട്സ് ആഡ് ചെയ്യാം, മിൽക്ക് ആഡ് ചെയ്യാം, ഫാറ്റ് സോഴ്സിന് വേണ്ടിയിട്ട് പീനട്ട് ബട്ടർ ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മാസ് ഗെയിനറാണത്. ഇനി അടുത്ത പ്രാവശ്യം വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടി ഒരു സപ്ലിമെൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ മാസ് ഗെയിനർ വേണോ വേ പ്രോട്ടീൻ വേണോ? വേ പ്രോട്ടീൻ തന്നെ എടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ മാസ് ഗെയിനായിട്ട് കൺവേർട്ട് ചെയ്യുക. ഹെൽത്തിയാണ്, ചീപ്പറുമാണ്. ഇതുപോലുള്ള ഫാക്റ്റുകൾ അറിയാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.